الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ നാഥൻ നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സമസ്ത മേഖലകളിൽ പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ കണക്കാക്കുകയും നോമ്പും പെരുന്നാളും ഹജ്ജും ഒക്കെ കണക്കാക്കുകയും എല്ലാം ചെയ്യുന്ന ഹിജ്റ വർഷം, അതിൻ്റെ ആരംഭത്തിൽ വിശ്വാസികൾക്ക് വർഷം ആരംഭിക്കുമ്പോൾ ആഘോഷങ്ങളല്ല ആലോചനയാണ് വേണ്ടതെന്നും വർഷാരംഭത്തിലെ ആദ്യ മാസമായ മുഹറം, ആ മുഹറം 10 ആശൂറ നോമ്പും അതുമായി ബന്ധപ്പെട്ട് മൂസ അലൈഹിസ്സലാമയുടെയും ഫിർഔനിൻ്റെയും സംഭവ വികാസങ്ങളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ 2 ആഴ്ചകളിലായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഹിജ്റ വർഷം അല്ലെങ്കിൽ ഹിജ്റ കലണ്ടർ അത് ആരംഭിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. മഹാനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ നിർദ്ദേശങ്ങളടങ്ങിയ കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിൽ നമ്മൾ വർഷം രേഖപ്പെടുത്താത്തത് കൊണ്ട് ഏതാണ് ആദ്യം വന്ന നിർദ്ദേശം, ഏതാണ് പിന്നെ വന്ന നിർദ്ദേശം എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വർഷം കണക്കാക്കി എണ്ണിക്കൂടെ എന്ന് അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു വെച്ച നിർദ്ദേശത്തെ തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു
സ്വഹാബികളായ തൻ്റെ ജനങ്ങളെ അറിയിക്കുകയും എല്ലാ ആളുകളിൽ നിന്നും അഭിപ്രായം സ്വരൂപിക്കുകയും ഒക്കെ ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം അന്നു മുതൽ എണ്ണിത്തുടങ്ങാമെന്ന് അഭിപ്രായപ്പെട്ടവർ, പ്രവാചകന്റെ നുബൂവത്ത് മുതൽ എണ്ണിത്തുടങ്ങാമെന്ന് അഭിപ്രായപ്പെട്ടവർ, അങ്ങനെ പല നിലക്കുമുള്ള അഭിപ്രായങ്ങൾ വന്നുവെങ്കിലും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഹിജ്റ പലായനം നടന്ന കാലം മുതൽ ഹിജ്റ 1 എന്ന നിലക്ക് നമുക്ക് വർഷം എണ്ണി തുടങ്ങാമെന്ന് നിർദ്ദേശം വെക്കുന്നതും, ഹജ്ജ് കഴിഞ്ഞ് ഇസ്ലാമിലെ അതിപ്രധാനമായ ഇബാദത്തായ ഹജ്ജ് കഴിഞ്ഞ് ജനങ്ങൾ അതിൻ്റെ തിരക്കുകൾ ഒഴിഞ്ഞ് വിശ്രമത്തിലേക്കും ആശ്വാസത്തിലേക്കുമൊക്കെ നീങ്ങുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ പവിത്രമായ മാസമായ മുഹറം നമുക്ക് വർഷത്തിലെ 1-ാമത്തെ മാസമായി എണ്ണിത്തുടങ്ങാമെന്ന അഭിപ്രായവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടന്ന വർഷം 1-ാമത്തെ വർഷമായി എണ്ണിത്തുടങ്ങി. ഇസ്ലാമിക കലണ്ടറിൽ അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ എണ്ണുന്നത് ആ ഹിജ്റയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയും ഭൂരിഭാഗം ആളുകളും അതിനെ പിന്താങ്ങുകയും ചെയ്തതിൻ്റെ കാരണം എന്തായിരിക്കും? ഇസ്ലാമിക ചരിത്രത്തിൽ, പ്രവാചക ജീവിതത്തിൽ ഏറെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു ഹിജ്റയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ തുറന്ന പ്രബോധനത്തിനും വളർച്ചക്കും കാരണമായത് ഹിജ്റയായിരുന്നു. ഇസ്ലാമിക രാജ്യത്തിന് വഴിയൊരുക്കിയത് ഹിജ്റയായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് നിർഭയത്വം ലഭിച്ചത് ഹിജ്റയിലൂടെയായിരുന്നു. അങ്ങനെയെല്ലാം ഇസ്ലാമിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും മുഹാജിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത വേദനകൾ അവരുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളുമുള്ള ആ ഒരു ഹിജ്റ, അവരതുകൊണ്ടായിരിക്കാം ആ ഹിജ്റ മുതൽ വർഷം എണ്ണിത്തുടങ്ങാമെന്ന് തീരുമാനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നിർണായകമായ ഹിജ്റ പലായനം നമുക്കറിയാം. ജീവിതത്തിൽ 40 വയസ്സ് വരെ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ആശീർവാദവും മുഴുവൻ ആളുകളുടെ പരിഗണനയും മുഴുവൻ ആളുകളുടെ വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും എല്ലാം ലഭിച്ചുകൊണ്ട് വളർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമീൻ വിശ്വസ്തനെന്നും സ്വാദിഖല്ലമീൻ സത്യസന്ധനെന്നുമെല്ലാം ആ നാട്ടുകാര് പുകഴ്ത്തി പറഞ്ഞിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പറഞ്ഞപ്പോ അതുവരെ മക്കയിലെ ആളുകൾ ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം ഇസ്മായിൽ പ്രവാചകന്മാരെ ഒന്നും ആരാധിക്കുവാൻ പാടില്ല, ഒരു ഇടതയിടാനും പാടില്ല, അവരാരും ആരാധനക്കർഹനല്ല, നമ്മെയും നിങ്ങളെയും നമ്മെയെല്ലാം സൃഷ്ടിച്ച ഈ ലോകത്തെ പരിപാലിക്കുന്ന ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന അചഞ്ചലമായ തൗഹീദ് പ്രഖ്യാപിച്ച അന്നു മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടുകാർക്ക് കള്ളനായി മാറി, ആ നാട്ടുകാർക്ക് സാഹിറായി മാറി. പിന്നീട് ആ നാട്ടുകാരെ തുടരെ പല നിലക്കുമുള്ള ഉപദ്രവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അഴിച്ചുവിടുകയുണ്ടായി. അങ്ങനെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അധികവും ദുർബലരായ അടിമകളായ ആളുകളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ അവരുടെ യജമാനന്മാരും മക്കയിലെ ഖുറൈശികളും അവർക്ക് നേരെ തുറന്നുവിട്ട പീഡനങ്ങളും യാതനകളും ധാരാളമായി സഹിച്ച് അവിടെ ജീവിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാചകന്റെ അനുമതിയോടുകൂടി പല സ്വഹാബികളും അബിസീനിയയിലേക്ക് ആദ്യം ഹിജ്റ ചെയ്യുകയുണ്ടായി. അങ്ങോട്ട് ഹിജ്റ ചെയ്ത സ്വഹാബികളെ
അവിടെ ചെന്ന് പോലും സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഖുറൈശികൾ ഒരുക്കുകയും അത്തരത്തിൽ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയുവാൻ ഖുറൈശികളുടെ മുശ്രിക്കീങ്ങളുടെ തീരുമാനമുണ്ടാകുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാൽ 30-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസബ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാഫിരീങ്ങളായ സത്യനിഷേധികളായ ആളുകൾ നിനക്കെതിരെ അതാ കുതന്ത്രം മനയുകയാണ്, തന്ത്രം മനയുകയാണ്. എന്തിനാണ്? ലിയുസബ്ബിതൂക, നിന്നെ ബന്ധനസ്ഥനാക്കുവാനോ, ഔ യഖ്തുലൂക, അതല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുവാനോ, ഔ യുഖ്രിജൂക, അതല്ലെങ്കിൽ നിന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കുവാനോ അവർ തന്ത്രം മെനയുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയംകുറൂന വയംകുറുല്ലാഹ്, അങ്ങനെ അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്രം മെനഞ്ഞു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏത് നിലക്കും കുതന്ത്രങ്ങൾ മെനയുന്ന എത്ര വലിയ ആളായാലും അവരെക്കാളെല്ലാം ഏറ്റവും ഉത്തമമായി തന്ത്രം മെനയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു തആല സൂറത്ത് അൻഫാൽ 30-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പ്രവാചകനെ ബന്ധനസ്ഥനാക്കുവാൻ, പ്രവാചകനെ വധിക്കുവാൻ, നാടുകടത്തുവാനൊക്കെയുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ ആകുമ്പോ അവസാനം ആ ചർച്ചക്ക് അവർ വിരാമം കുറിക്കുന്നത് അതാ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയുക എന്ന തീരുമാനത്തിലേക്കാണ് അവരെല്ലാവരും ഏകോപിച്ച് അവസാനമായി എത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ച് തലയറുത്ത് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഒരുപാട് സമ്പത്തും ഒരുപാട് ഒട്ടകങ്ങളും ഒരുപാട് ഓഫറുകളും അവിടുത്തെ ഖുറൈശികൾ മുന്നിലേക്ക് വെക്കുകയാണ്. അങ്ങനെ എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയുവാൻ തയ്യാറാകുന്നു. എല്ലാ കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിലെ മുഖ്യമായ പ്രധാനപ്പെട്ട ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. അവരെല്ലാവരും തന്ത്രം മെനഞ്ഞുകൊണ്ട് പ്രവാചകനെ വധിക്കുവാൻ വരുമ്പോ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം കണ്ണിൽ പെടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിക്കുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായി കരുത്തായി ഉണ്ടായിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട് എന്നുള്ള വലിയ തവക്കുലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ചെന്ന് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയായിരുന്നില്ല ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസികൾ ഹിജ്റയുടെ പാഠമായി ഉൾക്കൊള്ളേണ്ട വലിയ പാഠമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലും ഏത് സമയങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും വ്യക്തമായ കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടി കൃത്യമായ ഒരുക്കം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെന്ന് ഹിജ്റ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹ് നോക്കിക്കോളും എന്റെ കാര്യം, അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊള്ളും എന്ന് കേവലം നാവ് കൊണ്ട് തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുകയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മറിച്ച് കൃത്യമായ മുന്നൊരുക്കം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിജ്റക്ക് പുറപ്പെടുകയും ആ പ്ലാനിങ്ങിന് ശേഷം ആ ഒരുക്കത്തിന് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹുവിനെ തനിക്ക് പകരമായി തന്റെ കിടക്കയിൽ കിടക്കുന്നു, ശത്രുക്കളെ കബളിപ്പിക്കുന്നു. അതുപോലെ നല്ലൊരു കൂട്ടുകാരനെ തന്റെ കൂടെ തന്റെ യാത്രക്ക് തന്റെ കൂട്ടിനായിക്കൊണ്ട് കൂടെ കൂട്ടുന്നു. പിന്നെയോ വഴി കാണിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന എന്നാൽ തന്നിൽ വിശ്വസിക്കാത്ത മറ്റൊരു അമുസ്ലിമിനെയാണ് വഴി കാണിക്കുവാൻ വഴികാട്ടിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടെ കൂട്ടുന്നത്. എന്നിട്ട് എല്ലാ ആളുകളും സഞ്ചരിക്കുന്ന
മദീനയിലേക്ക് സ്ഥിരമായ ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയല്ലാത്ത മറ്റു വഴികൾ തേടിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യാത്ര തിരിച്ച് പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ അവിടെ വിശ്രമിക്കുന്ന ഘട്ടം, ദിവസങ്ങൾ അവിടെ ചെലവഴിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുമുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏർപ്പാട് ചെയ്യുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിലെ അതിനിർണായകമായ ഹിജ്റയിൽ പോലും പ്രവാചകന്റെ സ്വഹാബി വനിതകൾക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു പങ്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്ലാമിക പ്രബോധനം അങ്ങനെയാണ്. സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രബോധനമല്ല, അതല്ലെങ്കിൽ സ്ത്രീകളെ പിന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രബോധനമല്ല. സ്ത്രീകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ സ്ത്രീകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രബോധന രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. ഒരു കുടുംബത്തിന്റെ പ്ലാനിങ്ങിലായാലും, ഒരു കുടുംബത്തിന്റെ ഒരുക്കത്തിലായാലും, ദീനീ സംരംഭങ്ങളുടെ ഒരുക്കത്തിലായാലും, ദീനീ പ്രബോധനത്തിന്റെ മേഖലകളിലായാലും അവിടങ്ങളിലെല്ലാം സ്ത്രീകളെയും ചേർത്ത് പിടിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയിലൂടെ നമുക്ക് വലിയ പാഠം പകർന്നു നൽകുകയാണ്. സ്ത്രീകളെ കേട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനിർണായകമായ ഹിജ്റയിൽ പോലും സ്ത്രീകൾക്ക് പങ്കാളികളാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭക്ഷണം നൽകുവാനും വെള്ളം നൽകുവാനും അസ്മാ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുത്തുന്നു. ആടിനെ മേയിച്ചു കൊണ്ടുവന്ന് ആട്ടിൻ പാലും വെള്ളവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നിരന്തരമായി എത്തിച്ചു കൊടുക്കുകയാണ് അസ്മാ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം വെള്ളം ചുമക്കുവാൻ കയറ് കിട്ടാതെ വന്ന അവസരത്തിൽ തന്റെ അടിവസ്ത്രത്തിൽ നിന്നും തുണി കീറിയെടുത്തുകൊണ്ട് ആ തുണിയിൽ കോർത്തുകൊണ്ട് വെള്ളത്തിന്റെ സഞ്ചി തന്റെ ശരീരത്തിലേക്ക് കെട്ടിയ സന്ദർഭങ്ങളും ചരിത്രങ്ങളും നമുക്ക് ഹിജ്റയുടെ ഘട്ടത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ കഴിയുന്ന അവസരത്തിൽ അതാ ശത്രുക്കൾ പ്രവാചകനെ തെരഞ്ഞ് സൗർ ഗുഹയുടെ ഗുഹാമുഖത്ത് പോലും വന്നെത്തുകയാണ്. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് പ്രവാചകനോട്, അന്ന അഹ്ദുക്കും യൻദുറു ഇലാ ഖദമൈഹി ലഅബ്സർനാ തഹത ഖദമൈഹി. ഇതാ പ്രവാചകരെ, നമ്മൾ അവരുടെ കണങ്കാലുകൾ കാണുകയാണ്, അവരുടെ കാലുകൾ നമ്മൾ കാണുന്നുണ്ട് പ്രവാചകരെ. അവരിൽ ആരെങ്കിലും ഒന്ന് കുനിഞ്ഞൊന്ന് നോക്കിയാൽ നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോവുമല്ലോ പ്രവാചകരെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവലാതി പ്രവാചകനെ ബോധിപ്പിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ മാ വന്നക ബിഇസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. നമ്മൾ രണ്ടുപേര് മാത്രമാണെന്നാണോ അബൂബക്കർ സിദ്ദീഖെ താങ്കൾ കരുതുന്നത്? അങ്ങനെ കരുതല്ലേ. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, അല്ലാഹു സാലിസുഹുമാ, നമുക്ക് മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട് എന്നുള്ള അങ്ങേയറ്റത്തെ അചഞ്ചലമായ, ഏത് സന്ദർഭത്തിലും ഏത് സമയത്തും ശത്രുക്കൾ മുന്നിലുണ്ടായാൽ പോലും റബ്ബ് കൈവിടില്ല എന്ന അങ്ങേയറ്റത്തെ വിശ്വാസമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞില്ല. സൗർ ഗുഹയിൽ നിന്നും വീണ്ടും യാത്ര തിരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്ത് അറുത്ത് കൊണ്ടുവരുന്നവർക്ക് ധാരാളം സമ്പത്തും ഒട്ടകങ്ങളും ധാരാളം ഓഫർ ചെയ്ത ആ സന്ദർഭത്തിൽ അതെല്ലാം നേടിയെടുക്കുവാൻ ധാരാളം ആളുകൾ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞുകൊണ്ട് പോയിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു സുറാഖത്ത് ഇബ്നു മാലിക് എന്ന വ്യക്തിത്വം. അദ്ദേഹം അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുകയാണ്. കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ യാത്ര പുറപ്പെട്ട സമയത്തെ തന്നെ കുതിരയുടെ കാലുകൾ 2 വട്ടം താഴേക്ക് വീണുകൊണ്ട് മണ്ണിലേക്ക് പതിച്ചുകൊണ്ട്
കുതിര വീഴുന്ന സന്ദർഭങ്ങളുണ്ടായി. എന്നാൽ തനിക്ക് ലഭിക്കാവുന്ന വലിയ സൗഭാഗ്യങ്ങളും വലിയ സമ്പത്തും മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് സുറാഖ യാത്ര തിരിക്കുന്നു. പിന്നിലായിക്കൊണ്ട് സുറാഖ എത്തിയ നേരത്ത് അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, ഭയപ്പെടരുത് എന്ന പ്രത്യാശയുടെ വർത്തമാനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ കുതിരയുടെ കാലുകൾ മണലിലേക്ക് ആഴ്ന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകുന്നു. അവിടെ രക്ഷിക്കുവാൻ വേണ്ടി വീണ്ടും സുറാഖ ആവശ്യപ്പെടുന്നു. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്തിയ പ്രവാചകനെ ബന്ദിയാക്കുവാൻ സുറാഖ വീണ്ടും അവിടുന്ന് ബന്ദിയാക്കുവാൻ ഒരുങ്ങുകയാണ്. ആ നേരത്ത് വീണ്ടും ഒട്ടകത്തിന്റെ കാലുകൾ താഴേക്ക് പതിക്കുന്നു. ആ നേരത്ത് സുറാഖയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയെ ഇനിയും പിന്നെയും രക്ഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ കുറിച്ച് വിവരങ്ങൾ നൽകുകയും അവരെ വഴിതിരിച്ചു വിടുകയും ചെയ്യുകയാണ് എങ്കിൽ രക്ഷപ്പെടുത്താമെന്ന് പ്രവാചകൻ മുന്നോട്ട് വെക്കുന്നു. ആ ഒരു ഓഫർ സുറാഖ സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സുറാഖ പോകുന്നു. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കൈഫ ബിക ഇദാ ലബിസ്ത സിവാരി കിസ്റ ചക്രവർത്തിയുടെ വളകൾ നിന്റെ കൈകളിൽ വന്നെത്തുന്നതിനെ കുറിച്ച്, നീ ധരിക്കുന്നതിനെ കുറിച്ച് എന്താണ് നീ വിചാരിക്കുന്നത് എന്ന് സുറാഖയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് സുറാഖ തിരിച്ചു പോകുകയാണ്. സുറാഖ വിചാരിച്ചിരുന്നില്ല കിസ്റ സാമ്രാജ്യം, പേർഷ്യ സാമ്രാജ്യം കീഴടങ്ങി കിസ്റ ചക്രവർത്തിമാരുടെ വളകൾ പ്രവാചകന്റെ കൈകളിലേക്ക് എത്തുമെന്ന് ഒരിക്കൽ പോലും ഇസ്ലാമിന്റെ കൈകളിലേക്ക് എത്തുമെന്ന് സുറാഖ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ മക്ക വിജയം കഴിഞ്ഞ് സുറാഖ ഇസ്ലാം സ്വീകരിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പേർഷ്യ സാമ്രാജ്യം കീഴടക്കിക്കൊണ്ട് രാജ്യത്തിന്റെ കിസ്റ രാജാവിന്റെ ആഭരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാഗ്ദാനം ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. സുറാഖയെ വിളിക്കുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് കിസ്റ ചക്രവർത്തിയുടെ വളകൾ സുറാഖയെ അണിയിപ്പിക്കുന്നു. കിസ്റ ചക്രവർത്തിയുടെ കിരീടം സുറാഖയെ അണിയിപ്പിക്കുന്നു. പ്രവാചകന്റെ വാഗ്ദത്തം അത് പുലർന്നതിന്റെ സന്തോഷത്തിൽ സ്വഹാബികൾ തക്ബീർ മുഴക്കുന്നു, സ്വഹാബികൾ സന്തോഷിക്കുന്നു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനങ്ങൾ പുലർന്ന സുന്ദരമായ കാഴ്ചകൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രു കൺമുന്നിലുണ്ടായിട്ട് പോലും റബ്ബിനോടുള്ള പ്രതീക്ഷയിൽ, റബ്ബിനോടുള്ള തവക്കുൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് ഘട്ടത്തിലും ഏത് സമയത്തും റബ്ബ് കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അതാണ് ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം. മറ്റൊരു പാഠം, തവക്കുൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യുവാനുള്ളത് മുഴുവനും നമ്മൾ ചെയ്യണം. നമ്മളാൽ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഹസ്ബി അല്ലാഹ്, അത് കഴിഞ്ഞിട്ടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് നമ്മൾ പറയേണ്ടത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. മറ്റൊരു പാഠം എന്ന് പറയുന്നത്, എല്ലാം ഉപേക്ഷിച്ച്, സമ്പത്ത് ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ ഓടൊപ്പം കടന്നു വന്നവരായിരുന്നു മുഹാജിരീങ്ങളായ സ്വഹാബികൾ. പല സ്വഹാബികളും പോകുമ്പോ മക്കയുടെ അതിർത്തിയിൽ വെച്ച് തടഞ്ഞു വെച്ചിട്ട് മുശ്രിക്കീങ്ങളായ ഖുറൈശികളായ ആളുകൾ പറഞ്ഞു, ഈ സമ്പത്ത് ഈ നാട്ടിൽ നിന്നും ഉണ്ടാക്കിയതാണ്, ഈ നാട്ടിൽ നിന്നും ഒരു സമ്പത്ത് പോലും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച്, വാഹനം ഉപേക്ഷിച്ച്, ഉടുത്ത വസ്ത്രം മാത്രമായിക്കൊണ്ട് അതിസമ്പന്നരായ സ്വഹാബികൾ പലരും ഒരു പണവുമില്ലാതെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള നല്ല നല്ല വ്യവസായികൾ എല്ലാ സമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. ആ മദീനയിലേക്ക് എത്തിയ ആ സ്വഹാബികളെ സ്വീകരിച്ച അൻസാരികൾ
യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അതാ ഹിജറ ചെയ്തെത്തിയ മുഹാജിരീങ്ങളെ ആ അൻസ്വാരികളായ ആളുകൾ അവരിഷ്ടപ്പെടുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തുൻ മിമ്മാ ഊതു. അവർ നൽകിയതിനെ കുറിച്ച് മുഹാജിരീങ്ങൾക്ക് വീട് ഭാഗം വെച്ച് നൽകിയത്, മുഹാജിരീങ്ങൾക്ക് സമ്പത്ത് ഭാഗം വെച്ച് നൽകിയതിനെ കുറിച്ച് അൻസാരികൾ അവരുടെ മനസ്സുകളിൽ പോലും അവരൊരാവശ്യം അതുകൊണ്ട് വെച്ചിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വദേഹത്തെക്കാൾ അവർ മുഹാജിരീങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു എന്ന് സൂറത്തുൽ ഹശർ 9-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. സ്വന്തത്തോടൊപ്പം തന്നെ തന്റെ ഒരേ ആദർശമുള്ള ആദർശ സഹോദരങ്ങളെ സ്വീകരിക്കുവാൻ അൻസാരികൾ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്നവർ, ഒരേ ആദർശം അനുസരിച്ച് ജീവിക്കുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, അവർ തമ്മിൽ പരസ്പരം കലഹങ്ങൾ പാടില്ല, അവർ തമ്മിൽ പരസ്പരം വിദ്വേഷങ്ങൾ പാടില്ല, അവർ തമ്മിൽ പരസ്പരം സഹകരിച്ചും സഹവർത്തിത്വത്തിലുമായിരിക്കണം കഴിയേണ്ടത് എന്നുള്ളതാണ് ഹിജ്റ നൽകുന്ന മറ്റൊരു പാഠം എന്ന് പറയുന്നത്. ഹിജ്റ നൽകുന്ന വലിയ പാഠം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് എന്തെങ്കിലും ഉള്ളൊരു അനിഷ്ടമുണ്ടായത് കൊണ്ടല്ല മക്ക വിട്ടുപോയത്. മക്കയെ പ്രവാചകന് ഇഷ്ടമായിരുന്നു, ജനിച്ച നാടിനെ പ്രവാചകന് ഇഷ്ടമായിരുന്നു, കളിച്ചു വളർന്ന മണ്ണിനെ പ്രവാചകന് ഇഷ്ടമായിരുന്നു, മക്കയിലെ വീടിനെ പ്രവാചകൻ സ്നേഹിച്ചിരുന്നു. അതെല്ലാം ഇഷ്ടപ്പെട്ടിട്ട്, അതിനോടെല്ലാം ഇഷ്ടമുണ്ടായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പേരിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിടാൻ തയ്യാറായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശത്തിന്റെ മുന്നിൽ നമുക്ക് വലുതായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഹിജ്റ നൽകുന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത്. സമ്പത്തുപേക്ഷിച്ച് പോയവരായിരുന്നു മുഹാജിരീങ്ങളിൽ അധികം ആളുകളും. നമ്മൾ ആലോചിക്കുക, തങ്ങളുടെ വ്യവസായത്തിന്, തങ്ങളുടെ വ്യാപാരത്തിന് എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് കരുതിയായിരുന്നില്ല അവർ ഹിജ്റ ചെയ്തിരുന്നത്. തങ്ങൾക്ക് നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ല അവര് ഹിജ്റ ചെയ്തു പോയത്. തങ്ങൾക്ക് നല്ലൊരു സ്വസ്ഥത ലഭിക്കുമെന്ന് കരുതിയായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തത്. മക്കയെ അങ്ങേയറ്റം സ്നേഹിച്ച്, ജനിച്ച നാടിനെ അങ്ങേയറ്റം സ്നേഹിച്ച്, ഈ നാട്ടിൽ ഈ ആദർശവുമായി നിൽക്കാൻ സാധ്യമല്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആദർശം വിടാനല്ല തയ്യാറായത്, ജനിച്ച് വളർന്ന മണ്ണ് നാട് വിടാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായത്. ഊരുവിലക്ക് ഏർപ്പെടുത്തുമെന്ന ആദർശത്തിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ പറയുമ്പോ ഹിജ്റ നമുക്ക് ആവേശമാകണം. നമ്മുടെ മയ്യത്തിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച മുവഹിദീങ്ങളുടെ മയ്യത്തിനെ അടക്കില്ല എന്ന് ആരെങ്കിലും ഒക്കെ തിട്ടൂരം പറയുമ്പോ ആ മഹല്ലുകാർക്ക് മുമ്പിൽ ഈ ആദർശം, ഹിജ്റ എന്ന ആവേശം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ എന്നോട് ബഹിഷ്കരണം ഉണ്ടാകും, എന്റെ കച്ചവടങ്ങൾ അവർ ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആദർശത്തെ വെടിയാൻ നമ്മൾ തയ്യാറാകരുത്. മക്കളുടെ വിവാഹം നടത്തി തരില്ല, മക്കളുടെ വിവാഹം മഹലിൽ രജിസ്റ്റർ ചെയ്യില്ല എന്ന് പറയുമ്പോ ആ ആദർശം നമുക്ക് ആവേശമായി മാറുകയും ഹിജ്റ നമുക്ക് ആവേശമായി മാറുകയും ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ നമ്മളെ നമ്മുടെ ആദർശത്തിൽ നിന്ന് തെറ്റിച്ചു കളയാമെന്ന് കരുതി ഊരുവിലക്കേർപ്പെടുത്തി, മഹല്ല് വിലക്കേർപ്പെടുത്തി, ഖബർസ്ഥാനുകൾ ഇടം തരില്ല എന്ന് പറഞ്ഞ് മയ്യത്തിനെ ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുമ്പോ ഇല്ല, മരിക്കുന്നത് വരെ റബ്ബിനോട് എനിക്ക് ബാധ്യതയുള്ളൂ, മരണശേഷം എന്റെ മയ്യത്തിനുള്ള ബാധ്യത നാട്ടിലെ ജനങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഈ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുവാനും ഹിജ്റ ആവേശമാകുവാനും നമുക്ക് സാധിക്കണം. ആദർശത്തിൽ അവസാനം വരെ അടിയുറച്ചു നിൽക്കുവാൻ നാളെ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബതിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു.
അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം നസായി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്നാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റ് മുസ്ലിമീങ്ങൾ അവരുടെ കൈകളിൽ നിന്നും അവരുടെ നാവിൽ നിന്നും സുരക്ഷിതരാണോ അവരാണ് മുസ്ലിം എന്ന്. വൽ മുഹാജിറു മൻ ഹജറ മാ നഹിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ വിജയ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹിജറ ഇല്ല എന്നുള്ളത്. പിന്നെ എങ്ങോട്ടാരും പലായനം ചെയ്ത് വരേണ്ട ആവശ്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അവസാന നാൾ വരെയുള്ള നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് ഹിജറയുണ്ട്, മുഹാജിരീങ്ങളാകാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നു. അൽ മുഹാജിറു, ആരാണ് മുഹാജിർ? മൻ ഹജറ മാ നഹിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും ആരാണോ വിട്ടു നിൽക്കുന്നത് അവനാണ് മുഹാജിർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതില് ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ആരാണ് എന്ന് ആദ്യം പഠിപ്പിച്ചു. ആരാണ് മുസ്ലിം? നാവ് കൊണ്ടും കൈകൾ കൊണ്ടും മറ്റു മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണോ അവനാണ് മുസ്ലിം. നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ കൈകൾ കൊണ്ടും നമ്മൾ ആലോചിക്കുക. നമ്മുടെ വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇണ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മോടൊപ്പം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് ഇവിടെ തൊഴിൽ ചെയ്യുന്ന മറ്റു തൊഴിലാളികൾ, മറ്റു നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ തുടങ്ങി ഈ ലോകത്ത് നമ്മളുമായി സഹവസിച്ച് കഴിയുന്ന ആളുകൾ നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കരങ്ങളിൽ നിന്നും സുരക്ഷിതരാണോ എന്ന് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളാവുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിന്റെ സാരം. മുഹാജിർ ആരാണെന്ന് പഠിപ്പിച്ചു. അള്ളാഹു വിരോധിച്ചതിൽ നിന്നും ഹിജറ ചെയ്യുന്നവൻ, അള്ളാഹു വിരോധിച്ചതിൽ നിന്നും വിട്ടുമാറി നന്മയിലേക്ക് സഞ്ചരിക്കുന്നവൻ. നാവ് കൊണ്ട് കൈകൾ കൊണ്ട് മോശം ചെയ്യുക എന്നുള്ളത് അത് തെറ്റായ കാര്യമാണ്. ആ തെറ്റായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവരാണ് മുഹാജിറും മുസ്ലിമും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു മുസ്ലിം ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട അവന്റെ അവയവമാണ് നാവ് എന്നുള്ളത്. ആ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും നമ്മുടെ ഉംറയും എല്ലാം ബാത്തിലായി പോകും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവുകൾ നൽകിയിട്ടുണ്ട്. നിർബന്ധമായ നമസ്കാരത്തിന് ജമ്മും ഖസ്റുമാക്കുവാനും ഇരുന്നും കിടന്നും നമസ്കരിക്കുവാൻ ഇളവുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ ഇബാദത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു ഇളവുകൾ നൽകാത്ത ചില കാര്യങ്ങളുണ്ട്. നാവ് കൊണ്ട് കളവ് പറയുക, നാവ് കൊണ്ട് പരദൂഷണം പറയുക, നാവ് കൊണ്ട് മറ്റുള്ളവരെ മോശമായി സംസാരിക്കുക, നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ മോശമായി കയർത്ത് സംസാരിച്ച് തെറി പറഞ്ഞ് അത്തരത്തിൽ നാവ് കൊണ്ട് ഉപദ്രവിക്കുക. ഇതിന് ഇസ്ലാം ഒരു ഇളവ് നൽകിയിട്ടില്ല, ഒരു എക്സ്ക്യൂസ് നൽകിയിട്ടില്ല. നിർബന്ധമായ ഐസിയുൽ കിടക്കുമ്പോൾ ബോധമുണ്ടോ നമസ്കരിക്കണം. ആ നമസ്കാരത്തിന് യാത്രക്കാരനാണോ ജമ്മും ഖസറുമാക്കാം, രോഗിയാണോ ഇരുന്നും കിടന്ന് നമസ്കരിക്കാൻ ഇളവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഇസ്ലാം ഒരു ഇളവ് നൽകിയിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കണം. അതൊക്കെ നമ്മുടെ ഇബാദത്തിനെ ബാധിക്കും എന്നൊരു ബോധം നമുക്ക് വേണം. നമ്മുടെ കരങ്ങളിൽ നിന്നും നമ്മുടെ നാവുകളിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കണം. അത് മുഖേനയുള്ള തിന്മകളിൽ നിന്നും നമ്മൾ ഹിജറ ചെയ്ത് മുഹാജിരീങ്ങളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നാഥനതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പുറക്കൊന്നെല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നിഖില മേഖല അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നാഥ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും
നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, എത്രയോ ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ മൂത്താപ്പ മരണപ്പെട്ടു. എൻ്റെ മൂത്താപ്പക്കും അതുപോലെ മരണപ്പെട്ടു പോയ മറ്റു സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി, സന്തോഷത്തോപ്പാക്കി, സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളെയും നമ്മയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അർശിന്റെ ലഭിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദിനാ മിനൻ നാർ. അല്ലാഹുമ്മ أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا أعداء الدين. اللهم هلك اليهود والمشركين. اللهم انصر إخواننا المسلمين والمجاهدين في فلسطين. اللهم انصر إخوان المسلمين والمجاهدين في كل مكان. اللهم هلك اليهود والمشركين. اللهم انصر إخواننا. اللهم ألف بين قلوبنا واصلح ذات بيننا. اللهم ألف بين قلوب الموحدين. اللهم ألف بين قلوب المجاهدين. اللهم ألف بين قلوبنا واصلح ذات بيننا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق محمد والحمد لله رب العالمين وسلام على المرسلين.